ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ പ്രിസംസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 207 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് പറയണത്. എന്താണ് ക്വസ്റ്റ്യൻ? ദ ബേസ് റേഡി ഓഫ് ടു സിലിണ്ടേഴ്സ് ഓഫ് ദ സെയിം ഹൈറ്റ് ആർ ഇൻ ദ റേഷ്യോ 3:4. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദർ വോളിയംസ്? രണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്, രണ്ട് വൃത്തസ്തംഭങ്ങളുണ്ട്. ഇവരുടെ റേഡിയസ്, അതായത് ആരങ്ങൾ, ബേസിന്റെ റേഡിയസ് അത് എവിടെയാണ്? ഈ റേഡിയസ്, ഇതിന്റെ ഇവിടുന്ന് ഈ റേഡിയസ് തമ്മിലെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം 3:4 ആണ് തന്നിട്ടുണ്ട്. 3:4. ഇവരുടെ ഹൈറ്റ് രണ്ടിന്, ഇതും ഹൈറ്റ് h ആണ്, അതുപോലെ ഇവിടെയും ഹൈറ്റ് h ആണ്, സെയിം ഹൈറ്റ് ആണ്, റേഡിയസ് വ്യത്യാസമാണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദർ വോളിയംസ്? ഇവർ രണ്ടുപേരും തമ്മിലുള്ള വോളിയത്തിന്റെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം, വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണണം. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിരിക്കുന്നത്? റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു സിലിണ്ടർ 1 ആക്കി എടുക്കാം. ഇത് സിലിണ്ടർ 2 ആണ്. അപ്പോൾ ഇത് സിലിണ്ടർ 1 ആണ്, ഇത് സിലിണ്ടർ 2 ആണ്. ഇനി നമുക്ക് റേഡിയസ്, രണ്ട് റേഡിയസ് ഉണ്ട്, രണ്ടിനും 6 എന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇവിടെ നമുക്ക് R1 എന്ന് എടുക്കാം, ഇവിടെ നമുക്ക് R2 എടുക്കാം. ഇനി H ആണെങ്കിലോ H രണ്ടിൻ്റെയും സെയിം ആണ് അല്ലേ? ഇനി നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? നമുക്കറിയാം വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം ഈക്വൽ ടു എന്താണ്? സിലിണ്ടർ ആകുമ്പോൾ πr²h ആണ് നമ്മുടെ ഇക്വേഷൻ, πr²h. അപ്പോൾ ഇവിടെ എന്താണ് ഇനി നമുക്ക് തന്നിരിക്കുന്നത്? R1ഉം R2ഉം തമ്മിലെ റേഷ്യോ, അതായത് R1:R2 അല്ലെങ്കിൽ R1ന്റെ അംശബന്ധം, R2 ആയിട്ടല്ല അംശബന്ധം, റേഡിയസ്, ഇതിന്റെ റേഡിയസും ഇതിന്റെ റേഡിയസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര തന്നു? 3:4 തന്നു ആണല്ലോ. നമുക്ക് കാണേണ്ടത് എന്താണ്? ഇതിന്റെ വോളിയം നമുക്ക് V1 എന്ന് എടുക്കാം, ഇതിന്റെ വോളിയം നമുക്ക് V2 എടുത്താൽ V1:V2 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇനിയും അപ്പോൾ നോക്ക്, R1:R2 3:4 ആണല്ലേ? അപ്പോൾ ഇവിടെ 3:4 എന്ന് എടുക്കാൻ പറ്റില്ല. നമുക്ക് റേഷ്യോ പറയുമ്പോൾ എന്താണ്? നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമുല ആണ്. ചിലപ്പോൾ ഇത് 3:4 എന്ന് പറഞ്ഞാൽ ശരിക്കും 3ഉം 4ഉം അല്ല. ഇവിടെ 3 ഇവിടെ 4 എന്നല്ല കേട്ടോ. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇവിടുത്തെ സെന്റിമീറ്റർ 3 ആണ്, ഇവിടുത്തെ 4 എന്നല്ല. കാരണം ഇതെന്താ, ഏറ്റവും നമ്മൾ വെട്ടി ചെറുതാക്കി ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണല്ലോ നമ്മൾ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം പറയാം. അപ്പോൾ നമുക്ക് 3:4 എന്നാണ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് അംശബന്ധം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? ഇവിടെ ഇതിന്റെ കൂടെ എന്തെടുക്കുക? 3xോ 3r അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ റേഡിയസ് ആയതുകൊണ്ട് നമുക്ക് R1 എന്ന് പറഞ്ഞാൽ എന്തെടുക്കാം? 3r. 3നെ കൊണ്ട് ഏതോ ഒരു നമ്പർ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഈ 3:4 എന്നുള്ള റേഷ്യോ കിട്ടാൻ നമ്മൾ എന്താണ്, ശരിക്കും ഇവിടെ 3 അല്ല, 3:r ആണ് കേട്ടോ. അത് മനസ്സിലാക്കണം. ഈ R2 = 4r എന്ന് എടുത്തു, ഇതിൻ്റെ കൂടെ r എന്ന് കൂട്ടി. ഇവിടെ R1ൻ്റെ ആണ്, ഇതിൻ്റെ 3 ആണ്. അപ്പോൾ 3r, ഇത് 4r എന്ന് എടുത്തു. ഇനി ഹൈറ്റ് എന്താണ്? രണ്ടിൻ്റെയും ഹൈറ്റ് സെയിം ആണ് അല്ലേ? ഇവിടുത്തെ ഹൈറ്റും സെയിം ആണ്. ഇനി നമുക്ക് വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? πr²h. അപ്പോൾ ഫസ്റ്റ് V1 = നമുക്ക് V1 എന്ന് പറഞ്ഞാൽ V1ന്റെ റേഷ്യോ ഒന്ന് എഴുതി നോക്കാം. V1 = അപ്പം നമുക്ക് എന്താണ്? πr1²h. സെയിം ആകൊണ്ട് H1 ഇടേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഇനി R1 പകരം എന്താണ്? നമുക്ക് 3r ആണ് അല്ലേ? 3r. അപ്പോൾ 3r മൊത്തത്തിൽ സ്ക്വയർ ഉണ്ട് ഇൻറ്റു h. ഇത് നമുക്ക് എന്ത് കിട്ടി? V1 കിട്ടി. ഇനി ഇതേപോലെ V2 നമുക്ക് എഴുതാം. V2 = πr2²h. ഹും എച്ചും സെയിം ആയതുകൊണ്ടാണ് H2 എന്ന് എഴുതാത്തത്. അപ്പോൾ V2 = R2 എന്താണ്? 4r ആണ് അല്ലേ? അപ്പോൾ 4r² ഇൻറ്റു h ആണല്ലോ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് V1:V2, അതായത് വോളിയം 1ന്റെ വോളിയം ഈസ് സെക്കൻഡിന്റെ വോളിയം, രണ്ടും തമ്മിലെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? V1:V2. ഇനി V1:V2 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? V1/V2 ആണ്. അപ്പോൾ നമുക്ക് V1 ഇതിന് ഈക്വൽ. V1 നമുക്ക് എന്ത് കിട്ടിയതാ? π×3r² ഇൻറ്റു h ഡിവൈഡഡ് ബൈ V2 എന്താ കിട്ടിയതാ? π×4r² ഇൻറ്റു h. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിനൊന്ന് ഇതാക്കാം. അതായത് π×3r² എന്ന് പറയാൻ എന്ത് വരും? 3r ഇൻറ്റു 3r ഇൻറ്റു h ഡിവൈഡഡ് ബൈ ഇവിടെ π×4r² എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? 4r ഇൻറ്റു 4r ഇൻറ്റു h വന്നു. ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ വരണം. നമുക്ക് എന്തിനാണ്? നമുക്ക് കട്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് എവിടെ പൈ കട്ട് ചെയ്ത് അല്ലേ?
എച്ച് കട്ട് ചെയ്ത്. ഇനി ആരെല്ലാം കട്ട് ചെയ്യും? ഇനി നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ഇത് ഇതാക്കാം. ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ തന്നെ കട്ട് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി നമുക്ക് ചെയ്യാം. നമുക്കിതിനെ 3r × 3r മാറ 3 × 3 9 r × r r സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r × 4r 4 × 4 പറഞ്ഞാൽ 16 r × r പറഞ്ഞാൽ r സ്ക്വയർ. ഇങ്ങനെ വരില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ r സ്ക്വയറിനെയും r സ്ക്വയർ ഇത് r സ്ക്വയറും ഈ r സ്ക്വയറും ഒരേപോലെ ഉണ്ട്. അപ്പോൾ എന്ത് വന്നു? 9/16. ഇനി 9-നും 16-നും കോമൺ ആയിട്ട് ഒന്നുമില്ല അല്ലേ? 1, 2, 3 ഒന്നിലും ഒരേ ഇതിൻ്റെ ടേബിളിൽ നമുക്ക് അപ്പോൾ 9-നും 16-നും ഒരു ടേബിളിലും ഒരുമിച്ച് വരണില്ല, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വരുന്നില്ല. അത് നമുക്ക് എന്ത് കിട്ടി? v1/v2 പറഞ്ഞാൽ 9/16 കിട്ടി. v1/v2 എന്ന് പറഞ്ഞാൽ v1:v2 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാം? 9:16. അപ്പോൾ നമുക്ക് ഈ സിലിണ്ടറും ഈ സിലിണ്ടറും തമ്മിലുള്ള വോളിയത്തിൻ്റെ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ത് കിട്ടി? 9:16 കിട്ടി. ഇനി നമുക്ക് ഇതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. The base radii of two cylinders are in the ratio 2:3 and their heights are in the ratio 5:4. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എന്താ തന്നത്? രണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. ഇവർ തമ്മിലുള്ള റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. അപ്പോൾ റേഡിയസ് ആണ്, ഇതിന്റെ റേഡിയസ് R1 എടുത്തു, ഇതിന്റെ റേഡിയസ് R2 എടുത്തു. അപ്പോൾ നമുക്ക് R1:R2 എന്നുള്ള അംശബന്ധം എന്താണ് തന്നിരിക്കുന്നത്? 2:3 ആണ് തന്നിട്ടുണ്ട്. റേഡിയസ് തമ്മിലുള്ള റേഷ്യോ 2:3 തന്നിട്ടുണ്ട്. ഇനി ഇവരുടെ ഹൈറ്റ് ഇത് h1 ആക്കി എടുത്തു, ഇത് h2 ആക്കി എടുത്തു. അപ്പോൾ h1-ഉം h2-ഉം തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് ഇതാണ് 5:4. അപ്പോൾ h1:h2 ഈസ് ഈക്വൽ ടു 5:4. ഇതാണ് തന്നിരിക്കുന്നത് നമുക്ക് തന്ന കാര്യം. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദർ വോളിയംസ്? ഇവർ തമ്മിലുള്ള വോളിയത്തിന്റെ റേഷ്യോ എന്താണ്? നമ്മൾ തൊട്ട് മുന്നിലുള്ള ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വെണ്ടക്ക അക്ഷരത്തിൽ വോളിയത്തിന്റെ ഇക്വേഷൻ, വ്യാപ്തത്തിന്റെ ഇക്വേഷൻ πr² h കൊണ്ട് എഴുതി വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പോൾ v1 v2 ഇത് നോക്ക്, ഇതിന്റെ വോളിയം തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം v1 എന്താന്ന് നോക്കാം. v1 ഈക്വൽ ടു എന്താണ്? പൈ ഒരേപോലെ. ഇനി r എന്താണ്? ഇവിടെ ഇതിന്റെ r1 അല്ലേ? അപ്പോൾ π × r1² × h1. ഇവിടുത്തെ നേരത്തെ ഹൈറ്റ് സെയിം ആയതുകൊണ്ട് നമ്മൾ h എടുത്തത്. ഇവിടെ ഹൈറ്റും ഡിഫറെന്റ് ആണ്. ഇവിടെ h1 ആണ്, ഇവിടെ h2 ആണ്. ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് എന്ത് വന്നു? ഇനി അടുത്ത ഒന്നുകൂടി ഇതിനെ ആക്കിയതാ v1 ഈക്വൽ ടു π × r1 എന്താണ് നമ്മൾ എടുത്തത്? r1 പകരം നമ്മൾ ഇത് അവിടെ എഴുതണം. r1 ഈക്വൽ ടു 2:3 ആയതുകൊണ്ട് 2 മാത്രം എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? 2r എടുക്കണം. ഇനി r2 ഈസ് ഈക്വൽ ടു 3 മാത്രം എടുക്കാൻ പറ്റില്ല, 3r എടുക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 2/3 എടുക്കരുത്. 2ഉം 3 അല്ല, അതിൻ്റെ കൂടെ ഇതൊരു കോൺസ്റ്റന്റ് ആണ്, വെട്ടി ചെറുതാക്കിയ നമ്പറാണിത്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2r 3r കിട്ടി. അപ്പോൾ നമുക്ക് r1 എന്ന് പറഞ്ഞാൽ r പകരം 2r² ഇൻറ്റു. ഇനി ഇതേപോലെ h1 ഈക്വൽ ടു h1 ഇവിടെ 5 ആണ്. 5 എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തെടുക്കണം? 5h എന്ന് എടുക്കാം. h2 എന്ന് പറഞ്ഞാൽ 4h എന്ന് എടുക്കാം. ഇത് ഫസ്റ്റിന്റെ, ഇത് സെക്കൻഡിന്റെ, ഇത് ഫസ്റ്റിന്റെ, ഇത് സെക്കൻഡിന്റെ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് h1 പകരം എന്ത് എഴുതാം? 5h എഴുതി. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് v2 നോക്കാം. v2 ഈക്വൽ ടു πr² h ആണ്. അപ്പം π × r2² × h2 വരും. ഇനി ഈ v2 ഈക്വൽ ടു π × r2 എത്രയാണ്? ഇവിടെ 3r ആണ്. അപ്പോൾ 3r² ഇൻറ്റു ഇനി h2 എത്രയാണ്? 4h ആണ്. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് കാണാൻ പറഞ്ഞത് ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത് അല്ലേ? നമുക്ക് കാണുന്നത് എന്താണ്? v1 വോളിയംസ് തമ്മിലുള്ള റേഷ്യോ v1:v2 എത്രയാണെന്നാണ്. അപ്പോൾ v1:v2 എന്ന് പറഞ്ഞാൽ ഇത് v1/v2 തന്നെയാണ്. ഇങ്ങനെ കണ്ടാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈസ്റ്റു അംശബന്ധത്തിൽ എഴുതിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കട്ട് ചെയ്ത് പോകാനൊരു ചെറിയൊരു ചിലപ്പോൾ ഡൗട്ട് വരും. അപ്പോൾ നിങ്ങൾ v1/v2 വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് v1:v2 ഈസ് ഈക്വൽ ടു v1/v2 ഈക്വൽ ടു v1 നമുക്ക് എന്ത് കിട്ടി? π × 2r² ഇൻറ്റു 5h കിട്ടി ഡിവൈഡഡ് ബൈ ഇനി v2 എന്ത് കിട്ടി? π × 3r² ഇൻറ്റു 4h കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി ഒന്നും കൂടി നമുക്ക് 2r നമുക്ക്
ഇതാക്കി എഴുതാം. 5 ഇൻറ്റു 2r ഇൻറ്റു 2r ആണ്. 2r² ആണ്. 2r ഇൻറ്റു 2r ഇൻറ്റു 5h ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3r² എന്ന് പറഞ്ഞാൽ 3r ഇൻറ്റു 3r ഇൻറ്റു 4h. ക്യാൻസൽ ചെയ്യേണ്ട, കട്ട് ചെയ്ത് പോകേണ്ട സമയമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഏതൊക്കെ കട്ട് ചെയ്ത് കളയാം? 5 കട്ട് ചെയ്തു, കട്ട് ചെയ്ത്, ഇവിടെ h കട്ട് ചെയ്തു, ഇവിടെ h കട്ട് ചെയ്തു. ഇനി നോക്ക്, ഇവിടെ ഒന്നും കൂടി നമുക്ക് അടുത്ത സ്റ്റെപ്പാക്കി എഴുതാം. നിങ്ങൾക്ക് ഇനി ഡൗട്ട് വരണ്ട. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 2r ഇൻറ്റു 2r ഇൻറ്റു 2r എന്ന് പറഞ്ഞാൽ എത്ര വരും? 4r² ഇൻറ്റു 5, ഇവിടെ 5 ഉണ്ട് കേട്ടോ, ഡിവൈഡ് ബൈ 3r ഇൻറ്റു 3r എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 9² ഇൻറ്റു 4. ഇനി നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്താൽ അവിടെ? ഈ r² കട്ട് ചെയ്യാം, ഈ 4ഉം ഈ 4ഉം കട്ട് ചെയ്യാം. ഇനി ബാക്കി ആര് മാത്രം വന്നു? 5 9 കട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എഴുതാം v1 ബൈ v2 ഈസ് ഈക്വൽ ടു 5/9 കിട്ടി. അതായത് v1 ഈസ് ടു v2 എന്ന് പറഞ്ഞാൽ 5:9. നമുക്ക് റേഷ്യോ കിട്ടി 5:9 ആണ്. അത് ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 2 ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ കൂടി ഉണ്ട്. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ വോളിയം ഓഫ് ദ സ്മോളർ സിലിണ്ടർ ഈസ് 720 ക്യൂബിക് സെന്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ലാർജർ വൺ? ഇവിടെ ഒരു സിലിണ്ടർ ചെറുതാണ്, ഒരു സിലിണ്ടർ വലുതാണ് അല്ലേ? അപ്പോൾ ഈ സ്മോളർ സിലിണ്ടറിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 720 സെന്റിമീറ്റർ ക്യൂബാണ് എന്ന്. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഇവിടെ? ഇതിൻ്റെ v1ന്റെ വോളിയം 720 സെന്റിമീറ്റർ ക്യൂബ് തന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? v2 എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കാം, ഇവിടെ നോക്കാം, വോളിയം ഓഫ് സ്മോളർ സിലിണ്ടർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 720 സെന്റിമീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾക്ക് v1 v2 ആക്കിയിട്ട് എടുക്കാം. ഒന്ന് v1 ഒന്ന് v2. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ v1 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സ്മോളർ സിലിണ്ടറും v2 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ലാർജർ സിലിണ്ടറും എന്ന് എടുത്തിട്ടോ. നമുക്ക് വലുതാക്കി എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിലെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ കിട്ടിയത്? v1 ഈസ് ടു v2 ഈക്വൽ ടു 5:9 നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? 5:9 എന്നല്ലാതെ ഇതിൻ്റെ മുമ്പുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ v1 ഈസ് ടു v2 നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 5:9 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ v1 ഡിവൈഡഡ് ബൈ v2 ഈക്വൽ ടു, ശരിക്കും ഈ v1 നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? v1 720 തന്നിട്ടുണ്ട്. അപ്പോൾ 720 ഡിവൈഡ് v2 നമുക്കറിയോ? ഇല്ല, v2. ഇനി ഇതിനോട് ഈക്വൽ ആണ് എന്ത്? നമുക്കറിയാം v1 ഈസ് ടു v2 എന്ന് പറഞ്ഞാൽ v1 ബൈ v2 പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ നമ്മൾ ഇതിനെ നമുക്ക് ഇതും സെയിം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം? 5/9 എഴുതാം. അപ്പോൾ v1 ഈസ് ടു v2 അല്ലെങ്കിൽ v1 ബൈ v2 നമ്മൾ 5:9 അല്ലെങ്കിൽ 5/9 കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. അത് നമ്മളിതാ ഇങ്ങനെ കൊടുത്തു. നമുക്ക് v1 അവിടെ തന്നത് കൊണ്ട് v1ന്റെ വാല്യൂ നമ്മളിതാ ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ഇതിൽ മാത്രം നമുക്ക് എഴുതി വയ്ക്കാം. 720 ഡിവൈഡഡ് ബൈ v2 ഈസ് ഈക്വൽ ടു 5/9. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ എന്താ കാണേണ്ടത്? v2 ആണ് കാണേണ്ടത്. v2 കാണാൻ നമുക്ക് v2 ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ? ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണം. എന്നിട്ട് നടുക്കിൽ എന്താണ്? ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറഞ്ഞുതരാം. ആദ്യം ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ ക്രോസ് ആയിട്ട് ഇങ്ങോട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 720 ഇൻറ്റു 9. ഇനി ഇവിടെ ഈക്വൽ സൈൻ അല്ലേ ഇവിടെ ഉള്ളത്? ഇവിടെ ഈക്വൽ അല്ലേ? ആ ഈക്വൽ അതേപോലെ ഇവിടെ ഇട്ടു. ഇനി ഇതിനെ ഇതുകൊണ്ട്. അപ്പോൾ എന്ത് വന്നു? v2 ഇൻറ്റു 5 വന്നു. നമുക്ക് എന്താ കണ്ടത്? ഇതിൽ നമുക്ക് v2 ഈക്വൽ ആണ് കണ്ടത്. ഈ v2നെ കാണണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? v2നെ മാത്രം ഈക്വലിൻ്റെ ഇവിടെ v2 മാത്രം വരണം. ഈ ഇൻറ്റു 5നെ എന്ത് ചെയ്യണം? ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് ആക്കണം. ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ v2 മാത്രമായി. അപ്പോൾ നമുക്ക് നോക്കാം. v2 ഇവിടെ എഴുതി. ഈക്വലിൻ്റെ ഇപ്പുറം ഓൾറെഡി എന്തുണ്ട്? 720 ഇൻറ്റു 9 ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ 5നെ ഇങ്ങോട്ട് തട്ടുമ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കണേ? ഇവിടെ ഇൻറ്റു ആണ് അല്ലെങ്കിൽ ഗുണനാണ് ചെയ്തിരിക്കണേ അല്ലേ? ഈ ഗുണനം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഈക്വലിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവുന്ന പറഞ്ഞത്? നമ്മൾ പറഞ്ഞു അത് ഡിവിഷൻ അല്ലെങ്കിൽ ഹാരണമായിട്ട് മാറുന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ 5 ആവും. ഇനി നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ? 720യും 5ഉം ഇവിടെ 0 ആയതുകൊണ്ട് ഇത്
എന്താണ് 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി 720 അല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാം. 7ൽ 5 എത്ര ടൈംസ് ആണ്? 1 ടൈംസ് ആണ്. അപ്പോൾ 1 പിന്നെ 7 5 മൈനസ് 2 ഇവിടെ 222 അങ്ങനെ വെച്ചിട്ട് ചെയ്യാം. ഇനി അധിക കുട്ടികൾക്കും അങ്ങനെ ചെയ്യാൻ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞ് എന്ത് ചെയ്യുക, സാധാ പോലെ ചെയ്യാം. 720 ഡിവൈഡഡ് ബൈ 5 1 × 5 5 7 മൈനസ് 5 മൈനസ് ചെയ്തപ്പോൾ 2 കിട്ടി. 2 താഴേക്ക് വന്ന് 22. അപ്പോൾ 4 × 5 20 മൈനസ് ചെയ്തു 2 0 താഴേക്ക് വന്ന് 20 20ൽ 5 വീണ്ടും 4 അപ്പോൾ 20 റിമൈൻഡർ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 144 കിട്ടി. അപ്പോൾ നമ്മൾ ഇതിനെയും കട്ട് ചെയ്തപ്പോൾ നമുക്ക് 144 കിട്ടി. ഇനി എന്ത് ചെയ്യണം? 144 × 9 വേറെ വഴിയില്ല, നമുക്ക് അതുകൊണ്ട് ചെയ്യാം. 144 × 9 9 × 4 36 റിമൈൻഡർ 3 9 × 4 വീണ്ടും 36 36 3 ആഡ് ചെയ്യുമ്പോൾ 39 വരും. വീണ്ടും 3 റിമൈൻഡർ 1 × 9 9 + 3 12 1296. അപ്പോൾ നമുക്കിത് എന്താ കിട്ടിയിരിക്കുന്നത്? V2 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടി V2 = 1296 1296 അല്ലെങ്കിൽ 1296 നമ്മുടെ യൂണിറ്റ് എന്താണ്? വോളിയം ആയതുകൊണ്ട് ക്യൂബാണ്, സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമ്മൾ ആൻസർ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോണേ.